ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയുടെ റെയിൽവേ കയറ്റുമതി രംഗത്തെ ഒരു വലിയ നേട്ടത്തെ കുറിച്ചാണ്. അതായത് പൊതുമേഖലാ സ്ഥാപനമായ BEML ആഫ്രിക്കൻ കമ്പനിയുമായിട്ട് 60 മില്യന്റെ കരാറാണ് എടുത്തിരിക്കുന്നത്. മെട്രോ കോച്ചുകൾ ആഫ്രിക്കയിലേക്ക് കൊടുക്കാനായിട്ട്. നമ്മുടെ ഇന്ത്യയിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്ന ഈ മെട്രോ കോച്ചുകളുടെ ആ ഒരു നിർമ്മാണ ഫാക്ടറി ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫസ്റ്റത്തെ ഇന്റർനാഷണൽ കരാറാണിത്. ഇന്ത്യ എവിടെ നിൽക്കുന്നു? ഇന്ത്യയിൽ എന്താണ് ഉത്പാദനം ഉള്ളത്? ഇന്ത്യ എന്തുണ്ടാക്കി മോദി വന്നതിന് ശേഷം? എല്ലാം ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നമല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മനുഷ്യരെ അവരൊക്കെ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ കുടുംബക്കാരെ മാത്രം രക്ഷിക്കുന്ന സ്വപ്നങ്ങളായിരുന്നു. അതുകൊണ്ടാണ് 60 വർഷം ഇന്ത്യ ഈ മേഖലയിൽ ഒന്നും എത്താതിരുന്നതും ഇപ്പോൾ എത്തുന്നതും. ഇവിടെ നിന്നും UPI ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് UPI എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. GPay പോലുള്ള സംവിധാനം ഇന്ത്യയിൽ മാത്രമാണ് വിത്തിൻ സെക്കൻഡ് കാശ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അമേരിക്കയിൽ പോലും 2-3 ദിവസം എടുക്കും പൈസ ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ. ഇന്ത്യയിൽ നിന്നും ഈ ടെക്നോളജി കാശ് കൊടുത്ത് വാങ്ങുകയാണ് ഇപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ. ഒരു മീൻകാരൻ എങ്ങനെ UPI വഴി ട്രാൻസ്ഫർ ചെയ്യും എന്ന് ചോദിച്ച ചിദംബരം ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? ഇത് വേറെ ആരും കണ്ട സ്വപ്നമല്ല, ഇത് മോദി കണ്ട സ്വപ്നമാണ്. വെറുതെ സ്വപ്നം കണ്ടിട്ട് മൂലക്കിരിക്കുകയോ കല്ലിട്ടിട്ട് അപ്പുറത്ത് മാറിയിരിക്കുകയോ അല്ല മോദി ചെയ്തത്. മോദി ഇതെല്ലാം നടപ്പിലാക്കി. അതെ, ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാം ഉണ്ട്. അന്താരാഷ്ട്ര കമ്പനികളുമായി വലിയ വലിയ ഡീലുകൾ നടക്കുന്നുണ്ട്. മെട്രോ ട്രെയിൻ മുതൽ പലതും ഇന്ത്യയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് കോടിക്കണക്കിന് രൂപയ്ക്ക് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യ മുന്നിലേക്ക് തന്നെയാണ്. ഇത് മോഡിഫൈഡ് ഇന്ത്യയാണ്. മനസ്സിലായോ?